ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ ഇകഴ്ത്തി കാണിക്കുവാൻ ഒരു കൂട്ടർ ബോധപൂർവം പരിശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ തന്നെ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന കേരളം, അങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഭരണാധികാരികളുടെ മാത്രം എടുക്കൊണ്ടല്ല, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന സമസ്ത ജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ടും ഇടപെടൽ കൊണ്ടും പ്രവർത്തനം കൊണ്ടാണ് അത് നിർവഹിക്കുന്നതിന് വേണ്ടി കഴിയുന്നത്. കേരളത്തിൽ നമ്മൾ മത്സരിക്കുന്നത് സ്വകാര്യ ആയിട്ടാണ് മത്സരം നടത്തുന്നത്. സ്വകാര്യ ആശുപത്രികളുടെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചു. അവിടെയെല്ലാം 100-200 രോഗികൾ ഒരു ദിവസം വന്നാൽ, അല്ലെങ്കിൽ 500 രോഗികൾ വരുന്ന സ്ഥാനത്താണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ 5000-ഓളം വരുന്ന രോഗികൾ എത്തിച്ചേരുന്നത്. ആ കാര്യമൊന്നും വിമർശകർ മനസ്സിലാക്കുന്നില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ, ഡോക്ടർ മുതൽ ക്ലിനിക് ജീവനക്കാർ വരെയുള്ള ജീവനക്കാർ, അവർ വളരെ ആത്മാർത്ഥമായി നടത്തുന്ന പരിശ്രമം, അതും നമ്മുടെ വിമർശകർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തു തന്നെയായിരുന്നാലും നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചറിയുന്നു നമ്മുടെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള പൊതുമേഖല ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന രീതി. അതുകൊണ്ട് തന്നെ ആര് എന്ത് പറഞ്ഞ് ആരോഗ്യരംഗത്ത് ഇകഴ്ത്തി കാണിക്കുവാൻ ശ്രമിച്ചാലും അത് വിലപ്പോകില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം അത്യുജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടായത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയെയും അവരുടെ ജീവനക്കാരെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.